രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈൻ വേദിയാകുന്നു. ഒക്ടോബർ 22 മുതൽ 31 വരെ കായിക മാമാങ്കം. മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈൻ വേദിയാകുന്നു. 21ഓളം കായിക ഇനങ്ങളാകും ഗെയിംസിൽ അരങ്ങേറുക. ആദ്യമായാണ് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബഹ്റൈൻ വേദിയാകുന്നത്. ഒക്ടോബർ 22 മുതൽ 31 വരെ സാഖിറിലെ എക്സിബിഷൻ വേൾഡിലാണ് നാഷണൽ ഏഷ്യൻ യൂത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് മത്സരങ്ങൾക്കായി തയ്യാറായിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗെയിംസിൽ 21 കായിക ഇനങ്ങൾ അരങ്ങേറും. ബഹ്റൈൻ ഭരണാധികാരി ഹമദ് ബിൻ അൽ ഖലീഫയുടെയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി CEO സാറ ബുഹിജി, ബഹ്റൈൻ ഒളിമ്പിക്സ് കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഫാരിസ് അൽ കൽഹേജി എന്നിവരുടെ നേതൃത്വത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ കരാറിൽ ഒപ്പുവെച്ചു. ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നതിലൂടെ ആഗോള കായിക മത്സരങ്ങളുടെ പ്രധാന കേന്ദ്രമായി ബഹ്റൈനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് സംഘാടകർ വ്യക്തമാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം. ബഹ്റൈനിൽ വിപുലമായ ആഘോഷ പരിപാടികളുടെ വൈവിധ്യമാർന്ന സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ച് പ്രവാസി സംഘടനകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച് KMCC ബഹ്റൈൻ. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഏകദേശം 200 വർഷത്തെ ത്യാഗോജ്വലമായ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുമായി രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ KMCC ബഹ്റൈൻ ഈ പവിഴദ്വീപിലും മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആചരിച്ചു. KMCC ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ KMCC ബഹ്റൈൻ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര പതാക ഉയർത്തി. സ്വാതന്ത്ര്യത്തിന്റെ 79ാം വാർഷികം ആഘോഷിച്ച് സെന്റ് പീറ്റേഴ്സ് ഇടവക. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന ആഘോഷ പരിപാടിയിൽ ഇടവക വികാരി റവറൽ ഫാദർ സ്ലീബ പോൾ കൊറോപ്പിസ്കോപ്പ വട്ടവേലിൽ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം 11ാമത് BMBF ഹെൽപ്പ് ആൻഡ് ഡ്രിങ്ക് 2025 നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ കടുത്ത ഉഷ്ണദിനത്തിൽ ടൂബ്ലി അൽ റാഷിദ് തൊഴിൽ മേഖലയിൽ വിവിധ ആഘോഷങ്ങളോടെ നടത്തപ്പെട്ടു. ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം രക്ഷാധികാരി അനീഷ് KV ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ AKCC സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഗ്ലോബൽ സെക്രട്ടറിയും ബഹ്റൈൻ AKCC പ്രസിഡന്റുമായ ചാൾസ് ആലുക്ക പതാക ഉയർത്തി. ദേശീയ പതാക ഉയർത്തിയ ശേഷം പോളി വിദ്യാലയത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാൾസ് ആലുക്ക ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം വിദ്വേഷ നിഴൽ യുദ്ധങ്ങളിൽ സജീവമായ ഈ കാലത്ത് നാനാത്വത്തിന്റെ ക്യാൻവാസിൽ നീതിയുടെയും ജനാധിപത്യത്തിന്റെയും മതേതരത്തിന്റെയും വർണ്ണചിത്രങ്ങൾ വരയ്ക്കുവാൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ചാൾസ് ആലുക്ക പറഞ്ഞു. ബഹ്റൈനിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. KC അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ KC പ്രസിഡന്റ് ജെയിംസ് ജോൺ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് KC അംഗങ്ങൾ ദേശീയ പ്രതിജ്ഞ ചെയ്തു. KC പ്രസിഡന്റ് ജെയിംസ് ജോൺ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ബഹ്റൈൻ കേരള സമാജത്തിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടന്നു. BKS ആക്ടിംഗ് പ്രസിഡന്റ് ദിലീഷ് കുമാർ പതാക ഉയർത്തി. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു. സൽമാനിയയിലെ SNCS ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ചെയർമാൻ കൃഷ്ണകുമാർ D ദേശീയ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS ആശംസകൾ അറിയിച്ചു. വിദ്യാർത്ഥികളും മുതിർന്നവരുമായി നിരവധി പേർ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബിയോണ്ട് മണിയുമായി സഹകരിച്ച് സിത്ര പ്രദേശത്തെ താമസ സ്ഥലത്ത് 100 താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് മധുരപലഹാരങ്ങൾ, ജ്യൂസുകൾ, വാട്ടർ ബോട്ടിലുകൾ, പഴങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ്, ഷഫീഖ് മലപ്പുറം, ശക്തിവേൽ, മുഹമ്മദ് യൂസഫ്, ബിയോണ്ട് മണി ടീം പ്രതിനിധി ടോബി മാത്യു, ജീവനക്കാർ എന്നിവർ ആഘോഷത്തിൽ പങ്കെടുത്തു.
ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. രാവിലെ 8 മണിക്ക് ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ദേശഭക്തി ഗാനവും മധുര വിതരണവും ഉണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ ഇന്ത്യയെ കൂടുതൽ അറിയുവാനും ഇന്ത്യയുടെ ചരിത്രം കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുമായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രം ആസ്പദമാക്കി കുട്ടികൾക്ക് ചിത്രരചന ക്യാമ്പും സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ 79ാം ആഘോഷ ദിനത്തോടനുബന്ധിച്ച് മൈത്രി ബഹ്റൈൻ ട്യൂബ്ലി ലേബർ ക്യാമ്പിൽ ഭക്ഷണ വിതരണം നടത്തി. സാമൂഹിക പ്രവർത്തകൻ ബഷീർ അമ്പലായി ഭക്ഷണ വിതരണം ഉദ്ഘാടനം നടത്തി. മൈത്രി ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, ചീഫ് കോർഡിനേറ്റർ സുനിൽ ബാബു, ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി, ചാരിറ്റി കൺവീനർ അൻവർ ഷൂരനാട് എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച കൊല്ലം പ്രവാസി അസോസിയേഷൻ. കൊല്ലം പ്രവാസി അസോസിയേഷൻ ഇന്ത്യയുടെ 79ാം സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. രാവിലെ KPA ആസ്ഥാനത്ത് വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് ദേശീയ പതാക ഉയർത്തി. വൈകുന്നേരം KPA കലാസാഹിത്യ വിഭാഗം സൃഷ്ടിയുടെയും ചിൽഡ്രൻസ് പാർലമെന്റിന്റെയും നേതൃത്വത്തിൽ KPA ഹാളിൽ നടന്ന വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. KPF രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ രക്തം നൽകൂ ജീവൻ നൽകൂ എന്ന ആപ്തവാക്യത്തോടെ 9ാമത് രക്തദാന ക്യാമ്പ് നടത്തി. 125-ൽ പരം ആളുകൾ പങ്കെടുത്ത ക്യാമ്പിന് ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് ഡോക്ടർ ഹസൻ റാഷിദ് ബുഖാമസ്, ദേശീയ സുരക്ഷാ കമ്മിറ്റി ചെയർമാൻ, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയും KPFന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും മുൻപോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും അറിയിച്ചു. 3 മാസം തോറും KPF നടത്തിവരുന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ രക്തം നൽകി വരുന്നു. അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമുള്ളവർ KPF ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങരയെ സമീപിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your PMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ആദരവിന്റെ നിറവിൽ BDK ബഹ്റൈൻ. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ രക്തദാന രംഗത്ത് ചെയ്തുവരുന്ന പിന്തുണയ്ക്ക് അവാലിയിലെ മുഹമ്മദ് ബിൻ ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ സ്പെഷ്യലിസ്റ്റ് കാർഡിയക് സെന്ററിന്റെ ആദരവ് ബ്രിഗേഡിയൻ ഡോക്ടർ ഫഹദ് ഖലീഫ് അൽ ഖലീഫ കൈമാറി. BDK ബഹ്റൈൻ ചെയർമാൻ KT സലീം, പ്രസിഡന്റ് റോജി ജോൺ, വൈസ് പ്രസിഡന്റ് സുരേഷ് പുത്തൻവിളിയിൽ എന്നിവർക്ക് BDK ബഹ്റൈൻ രക്തദാന രംഗത്ത് നൽകി വരുന്ന സന്നദ്ധ സേവനങ്ങൾക്ക് സർട്ടിഫിക്കറ്റും ഉപഹാരവും ലഭിച്ചു. ഇന്ത്യൻ സ്കൂൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഇന്ത്യൻ സ്കൂൾ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനം വളരെ ആവേശത്തോടെയും ദേശസ്നേഹത്തോടെയും ആഘോഷിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാഡമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, പ്രൊജക്ട് ആൻഡ് മെയിന്റനൻസ് അംഗം മിഥുൻ മോഹൻ, ട്രാൻസ്പോർട്ട് അംഗം മുഹമ്മദ് നയാസുല്ല, ജൂനിയർ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമില സേവ്യർ എന്നിവർ സന്നിധരായിരുന്നു. രക്ഷിതാക്കളും സ്റ്റാഫും അഭ്യുദയകാംക്ഷികളും പങ്കുകൊണ്ടു. അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിയതോടെ ആഘോഷം ആരംഭിച്ചു. തുടർന്ന് ദേശീയ ഗാനം ആലപിച്ചു. തന്റെ
അധ്യക്ഷ പ്രസംഗത്തിൽ ദേശീയ ആഘോഷങ്ങളിലൂടെ വിദ്യാർത്ഥികളിൽ ശക്തമായ ദേശീയാഭിമാനവും കടമയും വളർത്തിയെടുക്കണമെന്നും അടുത്ത തലമുറയ്ക്ക് ശോഭനമായ ഭാവി ഉറപ്പാക്കണമെന്നും അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. അക്കാഡമിക് മികവിന്റെയും സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സമൂഹ സേവനത്തിന്റെയും 75 വർഷത്തെ മഹത്തായ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം ഇന്ത്യൻ സ്കൂളിന് പ്രത്യേക പ്രാധാന്യമുള്ളതാണ്. 1950-ൽ സ്കൂളിന്റെ എളിയ തുടക്കം മുതൽ അറേബ്യൻ ഗൾഫിലെ ഏറ്റവും വലിയ സഹവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നായി മാറുന്നതുവരെയുള്ള സ്കൂളിന്റെ യാത്ര മഹത്തായ രാജ്യത്തിന്റെ വളർച്ചയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KMCC മനാമ സൂഖ് സംഗമം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു. KMCC ബഹ്റൈൻ മനാമ സൂഖ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രവർത്തക കൺവെൻഷൻ ജനപങ്കാളിത്തം കൊണ്ടും സംഘാടക മികവ് കൊണ്ടും പ്രൗഢമായ ഒരു സമ്മേളനമായി മാറുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കം 100 കണക്കിന് ആളുകൾ സംഗമത്തിൽ പങ്കെടുത്തു. ദിനേന 12 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്തതിനു ശേഷം കിട്ടുന്ന തുച്ഛമായ വിശ്രമ സമയം സംഘടന കാര്യങ്ങൾക്കും ഇത്തരം സമ്മേളനങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് അവർക്കൊരു അനുഭൂതിയും ആഹ്ലാദകരമാണെന്നും സംസ്ഥാന കമ്മിറ്റി ഒരു കൺവെൻഷന് ആഹ്വാനം ചെയ്തപ്പോൾ അതിങ്ങനെയുള്ള ഒരു സമ്മേളനമാക്കി മാറ്റിയ മനാമ സൂഖ് കമ്മിറ്റിയെ മുക്തഖണ്ഡം പ്രശംസിക്കുന്നതായും സംഗമം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര പറഞ്ഞു. പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പുതുപ്പണം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസ്ലം വടകര മുഖ്യ പ്രഭാഷണം നടത്തി. ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹൈലൈൻ സ്വാഗതവും ട്രഷറർ താജുദ്ദീൻ പുനത്ത് നന്ദിയും അറിയിച്ചു. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. IYCC ബഹ്റൈൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് 50ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഹിദ് അറാദ് ഏരിയയിൽ സംഘടിപ്പിച്ചു. IYCC ബഹ്റൈൻ ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഹിദിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഹിദ് മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് IYCCയുടെ ഹിദ് അറാദ് ഏരിയ കമ്മിറ്റി സംഘടനയുടെ 50ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. IYCC ഹിദ് അറാദ് ഏരിയ പ്രസിഡന്റ് റോബിൻ കോഷി അധ്യക്ഷത വഹിച്ച ചടങ്ങ് ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ദേശീയ ട്രഷറർ ബെൻസി ഗനിയോഡ് എന്നിവർ ഉൾപ്പെടെ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി നിതിൻ ചെറിയൻ സ്വാഗതം ആശംസിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ രാജേഷ് പന്മ നന്ദി പറഞ്ഞു. ജസീന സുബേർ ആയിരുന്നു അവതാരക. ENT, ദന്തൽ, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലായി 200-ൽ-അധികം പ്രവാസികൾ ഈ സൗജന്യ സേവനം പ്രയോജനപ്പെടുത്തി. ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിന് ഹോസ്പിറ്റൽ അഡ്മിൻ, മെഡിക്കൽ സ്റ്റാഫ്, IYCC പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. മൊട്ട ഗ്ലോബൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആനിവേഴ്സറിയും സ്വാതന്ത്ര്യദിനാഘോഷവും സംഘടിപ്പിച്ചു. മൊട്ട ഗ്ലോബൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആനിവേഴ്സറിയും സ്വാതന്ത്ര്യദിനാഘോഷവും ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ വെച്ച് നടന്നു. ആഘോഷ പരിപാടികൾ മൊട്ട ഗ്ലോബൽ ബഹ്റൈൻ ചാപ്റ്ററിന്റെ കൺവീനർ സുദി ചത്തോദ്, കോർഡിനേറ്റർമാരായ ഷാഫി ബദ്രുദ്ദീൻ, ജാബിർ അൽ സഫ എന്നിവർ ചേർന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും പ്രഭാഷകനുമായ EV രാജീവൻ, പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രസിഡന്റ് സുധീർ തിരുനിലത്ത്, സാമൂഹിക പ്രവർത്തകൻ രാജേഷ് പെരുങ്ങുഴി തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി. ജമ്മു കാശ്മീരിലെ മേഘ വിസ്ഫോടനം 500-ലധികം ആളുകൾക്കായി തിരച്ചിൽ തുടരുന്നു. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘ വിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. കാണാതായ 500-ലധികം ആളുകൾക്കായി ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും കരസേനയുടെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കിഷ്ത്വാറിലെത്തി. ജമ്മു കാശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 500-ലധികം പേരെ കാണാതായിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നു. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്.
സംസ്ഥാനത്ത് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ സംസ്ഥാനത്തെ ചില നദികളിൽ സംസ്ഥാന ജലസേചന വകുപ്പ് മഞ്ഞ അലർട്ട് പുറപ്പെടുവിച്ചു. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്ന് ജലസേചന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.